ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ നല്ലൊരു ചാമ്പയ്ക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ചാമ്പയ്ക്കയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവും പൂവും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ട് കീറി നമ്മളൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ദാ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്ത് ഒരു പാത്രത്തിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാം. ഞാനൊരു 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി. അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടിക്കിട്ടട്ടെ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ അച്ചാർ കുറേ നാളത്തേക്ക്, അതായത് 1 വർഷം വരെയൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചാമ്പക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമയം ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലിട്ട് അടച്ച് വെക്കാവുന്നതാണ്. അപ്പം നല്ല കുറേ കാലം സൂക്ഷിച്ച് വെക്കാവുന്ന നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്